ആഗ്രഹങ്ങളുടെ അനന്തരഫലം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു തിരഞ്ഞെടുക്കും? മിക്ക ആളുകളും തിരഞ്ഞെടുക്കുന്നത് പണമായിരിക്കും, അല്ലേ? മിസ്റ്റർ വൈറ്റിൻ്റെ കുടുംബവും ആഗ്രഹിച്ചത് അതുതന്നെയായിരുന്നു. എന്നാൽ നമ്മൾ പ്രയത്നിക്കാതെ എന്തു തന്നെ ആഗ്രഹിച്ചാലും അതിനൊരു അനന്തരഫലമുണ്ടാകും. അതുതന്നെയാണ് വൈറ്റിനും സംഭവിച്ചത്. ആ കഥയാണ് വില്യം വൈമാർ ജേക്കബ്സിൻ്റെ പ്രശസ്ത കൃതിയായ ദ മങ്കീസ് പോ പറയുന്നത്. നിരവധി നാടകങ്ങൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും സിനിമകൾക്കും വിഷയമായ കൃതിയാണ് ദ മങ്കീസ് പോ. ആ കഥയാണിത്. അടുത്ത നിമിഷം മിസ്റ്റർ വൈറ്റ് ജനാലകൾ ശക്തിയായി കൊട്ടിയടച്ചു. താഴത്തെ നിലയിലെത്തി വാതിലുമടച്ചു ഭദ്രമാക്കി മുകളിൽ കിടപ്പുമുറിയിലെത്തി കിടക്കയിലേക്ക് വീണു. എന്താണ് താഴെ നിന്ന് കേൾക്കുന്നത്? അത് ഒരു മുട്ടൻ എലി. ഞാൻ പേടിച്ചുപോയി. എലിയെ കണ്ട് പേടിച്ചു വന്നിരിക്കുന്നു, പേടിത്തൊണ്ടൻ. എലി നിങ്ങളെ വിഴുങ്ങാൻ വരികയായിരുന്നു? അതല്ല, അതിന്റെ വലുപ്പം കണ്ട് ഞാൻ മുൻപത്തതിനേക്കാൾ ഇരട്ടി ശക്തിയിലും ശബ്ദത്തിലുമാണല്ലോ ഇത്തവണ. പെട്ടെന്ന് മിസ്സിസ് വൈറ്റിന് ഒരു വെളിപാടുണ്ടായി. അത് അവനാണ്, എന്റെ മോൻ ഹെർബർട്ട്. ഇനി എന്ത് ചെയ്യും? മോനെ ഹെർബർട്ട്, മമ്മി ഇതാ വരുന്നടാ. വേണ്ട, അങ്ങോട്ട് പോകല്ലേ. നീ എന്താണ് ഈ കാണിക്കുന്നത്? അത് ഹെർബർട്ടൊന്നുമല്ല, പുറത്ത് കടവാതിലുകൾ ബഹളം കൂട്ടുന്നതാണ്. നിങ്ങൾക്ക് എന്തറിയാം മനുഷ്യ? അവൻ അവന്റെ മമ്മിയെ ശരിക്കറിയാം, എനിക്ക് എന്റെ മോനെയും. നോക്കി നിൽക്കാതെ ഈ കതകൊന്ന് തുറന്നു തരൂ മനുഷ്യ. അവൻ കൊടും തണുപ്പ് കൊണ്ട് നിൽക്കുകയാണ്, വേഗം വേണം. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് മനുഷ്യ? ഞാൻ പറയുന്നത് കേൾക്ക്, വാതിൽ തുറക്കരുത്. അവനെ അകത്ത് കടത്തല്ലേ, ദൈവത്തെ ഓർത്ത്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? സ്വന്തം മകനെ നിങ്ങൾക്ക് പേടിയാണല്ലേ? അങ്ങനെ ചെയ്യരുത്, എനിക്കത് കാണാനാകില്ല. അപ്പോഴും പുറത്തു നിന്നുള്ള മുട്ട് തുടരുക തന്നെയായിരുന്നു, വാതിൽ തകർക്കുമാർ ഉച്ചത്തിലും ശക്തിയിലും. എനിക്ക് എന്റെ മോന് വാതിൽ തുറന്നു കൊടുക്കണം. ദൈവമേ, സാക്ഷിയുടെ ആണികൾ ഇളകി തുടങ്ങി. നീ എന്തിനുള്ള പുറപ്പാടാ? മോനെ, മമ്മി ഇതാ വരുന്നടാ. ഈ കസേരയിൽ കയറിയാൽ സാക്ഷി തുറക്കാം. ഇനി ഞാൻ എന്തു ചെയ്യും? നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരികെ ലഭിക്കാൻ ഏതൊരമ്മയും കാണിക്കുന്ന വ്യഗ്രതയും പരവേശവും തന്നെയാണ് ഇവളും കാണിക്കുന്നത്. പക്ഷേ മടങ്ങി വന്നിരിക്കുന്നത് ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാവും. എവിടെയാണ് ആ കൈപ്പത്തി? എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ കൈപ്പത്തി. കൈപ്പത്തിയുടെ ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ടല്ലോ. എവിടെയാണോ നശിച്ച സാധനം? കസേരയിൽ കയറി വാതിലിൻ്റെ സാക്ഷ്യം നീക്കുന്ന മിസ്സിസ് വൈറ്റും പുറത്തുനിന്ന് ദിഗന്ധങ്ങൾ തകർക്കുന്ന ശബ്ദത്തിൽ വാതിലിലെ മുട്ടലും. എവിടെയാണത് വീണത്? കിട്ടി. ദൈവത്തിന് സ്തുതി. ദൈവമേ, വാതിൽ തുറക്കപ്പെടുകയാണല്ലോ. ഇനി സ്ഥലകാലബോധം വീണ്ടെടുത്ത മിസ്റ്റർ വൈറ്റ് കൈപ്പത്തി വലതു കൈകളിൽ അമർത്തിപ്പിടിച്ച് ദൈവത്തെ ധ്യാനിച്ചു. എൻ്റെ മകൻ എത്രയും വേഗം വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകണേ ദൈവമേ. ഇത്തവണ അയാൾ കൈപ്പത്തി നിലത്തേക്ക് വീഴാതെ മുറുക്കി പിടിച്ചു. കാരണം മുൻപത്തെ 2 ആഗ്രഹങ്ങളും നടക്കാൻ വൈകിയത് കൈപ്പത്തി നിലത്തു വീണ് പോയതാണെന്ന് അയാൾക്ക് ബോധ്യമായിരുന്നു. ഈശ്വര, കാത്തുകൊള്ളണേ. മോനെ, എൻ്റെ പൊന്നു മോനെ, അകത്തേക്ക് വന്നാലും. ദൈവദത്തമായ സ്വാന്തനം തന്നെയാണ് ഈ കാറ്റ്. മോനെ ഹെർബർട്ട്, നീ എവിടെയാ? ഒരു ധൈര്യം വീണു കിട്ടിയ മിസ്റ്റർ വൈറ്റ് ഭാര്യയുടെ അരികിലെത്തി അവളെ ചേർത്ത് നിർത്തി തുറന്ന വാതിലിലൂടെ പുറത്തേക്ക് നോക്കി. വിഷമിക്കാതിരിക്കൂ. എവിടെ എൻ്റെ പൊന്നുമോൻ? ഹെർബർട്ട് വന്നിരുന്നു. അതാ അങ്ങോട്ട് നോക്കൂ, അവൻ്റെ കാലടിപ്പാടുകൾ. എൻ്റെ ഹെർബർട്ട്.